ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് മീൻസ് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇഷ്യൂ ആണ്. ഇത് യൂട്യൂബ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ കുറച്ച് ചാനൽസ് ഒരു കാരണമില്ലാതെ തന്നെ യൂട്യൂബ് ടെർമിനേഷൻ ആക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊരു ആൻസർ കിട്ടിയിട്ടില്ല. ഞാനൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആളാണ്, ഒരു ഡീലറാണ്. അപ്പോൾ എനിക്ക് പൊതുവെ എൻ്റെ കയ്യിൽ കുറേ യൂട്യൂബ് ചാനൽസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ചാനലല്ല, ഈ ടെർമിനേഷൻ ആയ ചാനൽസിൻ്റെ ഒക്കെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് അതിൽ റീയൂസ്ഡ് ടൈപ്പ് വീഡിയോസ് അല്ലെങ്കിൽ ഓൺ വീഡിയോസ് അല്ലാത്ത രീതിയിലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും യൂട്യൂബ് നോക്കുന്നത് ഹിസ്റ്ററി ആണ്. അതായത് മുമ്പ് എന്തായിരുന്നു എന്നാണ് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് അവർ നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ അവർ പറയുന്ന റെസ്പോൺസ് മീൻസ് ഒന്നുമില്ല. അവർ പറയുന്നത് വെച്ചാൽ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് മീൻസ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻ എന്നാണ്. അതിൽ ഒരു തരത്തിലുള്ള വയലേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും തൗസീഫ് അബൂബക്കർ വാസ് റിമൂവ്ഡ് ഫ്രം യൂട്യൂബ് എന്ന്. തൗസീഫ് അബൂബക്കർ എന്നാണ് എൻ്റെ ചാനൽ നെയിം ഉണ്ടായത്. അപ്പം യുവർ ചാനൽ വാസ് ഇൻ ഫോളോവിങ് അവർ പോളിസി ഓൺ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. വി റിമൂവ്ഡ് ഇറ്റ് ടു പ്രൊട്ടക്റ്റ് അവർ കമ്മ്യൂണിറ്റി ആണ്. അതിൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പീൽ ഞാൻ കൊടുത്തിട്ട് ഓൾറെഡി റിജക്റ്റഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അപ്പീൽ കൊടുത്തത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അപ്പീൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. താങ്ക്സ്, വി ഹാവ് ഗോട്ട് യുവർ അപ്പീൽ എന്നൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിത് 2 ഡേയ്സിനുള്ളിൽ തന്നെ അതിൻ്റെ റെസ്പോൺസ് വന്നു. ചാനൽ തിരിച്ചു തരാൻ പറ്റില്ല എന്നുള്ളത് ഒരിതാണ്. യുവർ ചാനൽ വോണ്ട് ബി പുട്ട് ബാക്ക് ഓൺ യൂട്യൂബ് എന്നാണ് അവർ ചെക്ക് ചെയ്തിട്ട് വയലേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂട്യൂബിൻ്റെ ഇപ്പോൾ ഉള്ള അവസ്ഥ. മീൻസ് അത്രയ്ക്കും അത് വലിയ വയലേഷൻ എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി യൂട്യൂബ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നതാണ്. യൂട്യൂബിൻ്റെ സൈഡിൽ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി യൂട്യൂബിൻ്റെ ഡാഷ്ബോർഡിൽ അത് കാണിക്കുന്നതാണ്. 3 പ്രാവശ്യം അടുപ്പിച്ച് 90 ഡേയ്സിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ചാനൽ ടെർമിനേഷൻ ആവുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അപ്പോൾ ഓൾറെഡി യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു റൂള് ഉണ്ടാകുന്ന ടൈമിൽ പിന്നെ വേറെ ഒരു വാർണിംഗും ഇല്ലാത്ത രീതിയിൽ ഡയറക്റ്റ് ടെർമിനേഷൻ ആക്കേണ്ട ആവശ്യം യൂട്യൂബിനില്ലല്ലോ. അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടെർമിനേഷൻ ആണ്. ഒരു വാർണിംഗും ഇല്ല, ഒരു ഇതുമില്ല, ഒരു തരത്തിലുള്ള ഒരു ക്ലൂ ഇല്ലാത്ത രീതിയിലാണ് പെട്ടെന്ന് യൂട്യൂബ് ചാനൽ ടെർമിനേഷൻ ആക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ മീൻസ് അവർ പറയുന്നത് വെച്ചാൽ വയലേഷൻ എന്നാണ്. എന്നാൽ ചിലപ്പം മുമ്പത്തെ ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പം ഈ ഒരു ഡിസിഷൻ യൂട്യൂബ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓൺ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാത്ത രീതിയിൽ ഇപ്പോൾ കോമൻസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി വയലേഷന് എതിരാണ് അല്ലെങ്കിൽ പോളിസിക്ക് എതിരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനെയും ടെർമിനേഷൻ ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ സൈഡിൽ നിന്ന് ചാനൽസൊക്കെ പോയത് മീൻസ് കുറച്ച് മുമ്പത്തെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് കുറച്ച് വയലേഷൻസ് വയലേഷൻ ഒന്നുമില്ല, പക്ഷെ റീയൂസ്ഡ് ടൈപ്പ് വീഡിയോസ് ആയിരുന്നു. പ്രത്യേകിച്ചിട്ട് കോപ്പിറൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള വാർണിംഗ് ഇല്ലാത്ത രീതിയിൽ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ടെർമിനേഷൻ ആക്കുമ്പോൾ പിന്നെ എന്തിനാണ് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് അവർ ഡാഷ്ബോർഡിലേക്ക് എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടാകുമ്പം ഡാഷ്ബോർഡിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റടിക്ക് ടെർമിനേഷൻ ആക്കി ഒഴിവാക്കിയാൽ മതിയല്ലോ ചാനൽസ് വയലേഷൻസ് ഉണ്ടാകുമ്പോൾ. ഇതങ്ങനൊന്നുമില്ല. യൂട്യൂബിൻ്റെ ഡാഷ്ബോർഡിലും 3 പ്രാവശ്യം നമുക്ക് വാർണിംഗ് തരും. അത് പുറമെ അതൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ചാനൽ ടെർമിനേഷൻ ആക്കാനുള്ള വകുപ്പ് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്.
എൻ്റെ കുറച്ച് ചാനൽസ് ടെർമിനേഷൻ ആയിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി. അപ്പീൽ ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം യൂട്യൂബ് കമ്മ്യൂണിറ്റി പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ലെവലിലാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ശരിയാണ്, നമ്മൾ യൂട്യൂബിൽ മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മാത്രം മതി. പക്ഷേ ഒരു ചാനല് മുമ്പ് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അനുസരിച്ച് യൂട്യൂബ് ഡേ ബൈ ഡേ ഓരോ പോളിസി, ഓരോ ഓരോ അൽഗോരിതം കാര്യങ്ങളൊക്കെയാണ് ഡേ ബൈ ഡേ അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൻ്റെ ഈ ഒരു പെട്ടെന്നുള്ള നീക്കത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അടുത്ത വീഡിയോ കാണാത്തവരേക്കും ബൈ.